ആതിരയുടെ വയറ്റില് സന്ദീപിന്റെ കുഞ്ഞുള്ളതൊരു പ്രശ്നമാണെങ്കിൽ അത് അങ്ങ് അബോർഷൻ ചെയ്ത് കളയണം. ഇതൊക്കെ അത്രത്തോളേ ഉള്ളൂ. അതിന് ഇങ്ങനെ നിലവിളിച്ച് കരയേണ്ട കാര്യമൊന്നുമില്ല. ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് മറ്റാരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കാൻ നോക്ക്. ചുമ്മാ പാഴ്സ്വപ്നം കാണാതെ. ഇന്നിവിടെ ആതിരയ്ക്ക് സുഖമില്ലാതാവാതിരുന്നെങ്കിൽ അനിയത്തിയുടെ കാര്യം എന്താകുമായിരുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ അനിയത്തി നിൽക്കുന്നതിനേക്കാൾ ദയനീയ അവസ്ഥയിൽ നിന്നേനെ അനഘ. അതുകൊണ്ട് അധികം സംസാരിക്കണ്ട. ഒന്നും ഇവിടെ കൊണ്ട് തീർന്നൊന്നും കരുതണ്ട. നിർത്ത്. ഞാൻ മനസമാധാനമായി താമസിച്ചിരുന്ന എന്റെ വീടാണിത്. എന്നാൽ ഇപ്പൊ എനിക്ക് ആ മനസമാധാനം ഇല്ലാതായിരിക്കുന്നു. അത് എന്റെ മക്കളും മരുമക്കളും കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീട്ടിലെ അംഗങ്ങളല്ലാത്തവരെല്ലാം ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികളാ. അവരോട് എനിക്കുള്ള സകല മാന്യതകളോടും കൂടി ഞാൻ പറയുക, പരസ്പരം വഴക്കുകളും വെല്ലുവിളികളും ഈ വീടിന്റെ ഗേറ്റിന് പുറത്ത്. തമ്മിൽ തർക്കിച്ച് ജയിക്കണമെന്നുള്ളവർ ദയവായി ഈ വീടിന് പുറത്തു പോണം. ഇത് അച്ഛനായും അമ്മായിയച്ഛനായും ഞാൻ പറയുന്നതല്ല, നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ പറയുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മോളെ വിടല്ലേ. ഞാൻ പറഞ്ഞതല്ലേ എനിക്കിതൊന്നും വേണ്ടാന്ന്. എന്നിട്ടിപ്പ എന്തായി? മോളെ ഞാൻ പറയുന്നു. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. പോ, എന്റെ കൺമുന്നിന്ന് പോ. നിയന്ത്രണം വിട്ട് നിൽക്കാ ഞാൻ. എന്റെ മുന്നിന്ന് പോകാൻ നോക്ക്. വലിയൊരു തിരിച്ചടിയായി പോയി മോളെ. സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞതും അവരൊരുമിച്ച് കഴിഞ്ഞതും അവള് ഗർഭിണിയായതൊന്നും നമ്മള് ഊഹിക്കാത്ത കാര്യങ്ങളാണല്ലോ. ഇവിടുന്ന് പോവാൻ ഞാൻ പറഞ്ഞു. ആരുടെ ഒരു ന്യായീകരണം എനിക്ക് കേക്കണ്ട. ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങി പോയിന്റ് മുന്നിൽ. എനിക്ക് കാണണ്ട ആരെയും കാണണ്ട. ഞാനും കൂടി ചേർന്നല്ലേ സന്ദീപിന്റെ ആതിരയുടെ വിവാഹം നടത്തിക്കൊടുത്തത്. പിന്നെ താനെന്തിനാ താൻ ഒറ്റയ്ക്കാണെന്ന് എല്ലാവരോടും പറയാൻ പോയത്?
സച്ചേട്ടാ, ആതിര ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ സംഗതി വഷളായിപ്പോയി. അത് സന്ദീപ് ഏറ്റെടുക്കുകയും വിവാഹം കഴിഞ്ഞ കാര്യവും പറഞ്ഞപ്പോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല എല്ലാവരുടെയും പെരുമാറ്റം. പ്രത്യേകിച്ചും ഇവിടുത്തെ അച്ഛന്റെയും അവന്റെ എടുത്തിയുടെയും. പിന്നീട് ദേഷ്യം മുഴുവൻ എന്നോടായിരുന്നു. സച്ചേട്ടനും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ ദേഷ്യം സച്ചേട്ടനിലേക്കും വന്നേനെ. എന്തായാലും ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യം. ഇനി ഇതൊന്ന് കെട്ടടങ്ങുന്നത് വരെ ഞാൻ പറയുന്നതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. അപ്പോ നമുക്ക് എന്തെങ്കിലും അച്ഛനോട് അവതരിപ്പിക്കണമെങ്കിൽ സച്ചേട്ടനിലൂടെ ആവാന്ന് കരുതിയാ ഞാൻ സച്ചേട്ടന്റെ പേര് പറയാത്തത്. വല്ലാത്തൊരു കുരുക്കാണല്ലോ സന്ദീപും ആതിരയും ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രേമവും വിവാഹവും ഒക്കെ ആണെന്ന് പറയുന്ന പോലാണോ ഇത്? ഇനി എന്ത് പറഞ്ഞാ അച്ഛനെ സമാധാനിപ്പിക്കുക? ഇവരുടെ കാര്യം സമ്മതിപ്പിക്കുന്നേ? അതറിഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സച്ചേട്ടാ. ആകെ സ്തംഭിച്ച അവസ്ഥയിലായി പോയി ഞാൻ. എത്ര കാലം നമ്മൾ ഇതൊക്കെ മൂടി വെക്കും? അതാ പിന്നെ ഞാൻ എന്തോ വരട്ടെന്ന് കരുതി ഉള്ള കാര്യം അങ്ങ് പറഞ്ഞത്. ചെറിയ പ്രശ്നം ഉണ്ടായാലും ഇന്നത്തോടെ എല്ലാം തീരുമല്ലോ എന്നും കരുതി. ഇത് ഇത്രയ്ക്ക് വഴക്കാവുന്നും കുടുംബ വഴക്കിലേക്ക് പോകുന്നും ഞാൻ കരുതിയതല്ല. എന്തൊക്കെയാ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. സന്ദീപ് എല്ലാം ഏറ്റു പറഞ്ഞിട്ടും ഇതിന് ഇങ്ങനൊരു അവസാനമാണല്ലോ ഉണ്ടായത്. ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവന്റെ അടുത്തിയാ ഇത്രയ്ക്കും കൊണ്ടെത്തിച്ചത്. അതിനിപ്പോ ഏട്ടത്തെ കുറ്റം പറയാൻ പറ്റുമോ? രണ്ടാമത്തെ തവണയല്ലേ വിവാഹ ദിവസം തന്നെ അനയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാവുന്നത്. അതിന്റെ ടെൻഷനിലും വേവിലും പറഞ്ഞതാവും. ഒരു കാര്യം ഉറപ്പാ, ഇപ്പോഴൊന്നും അച്ഛനോട് ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എല്ലാം കണ്ടും കേട്ടും വല്ലാതെ തളർന്നു പോയി പാവം. തെറ്റ് ചെയ്തെന്ന് അച്ഛൻ വിശ്വസിക്കുന്ന സന്ദീപിനെ ആതിരേക്കാളും ദേഷ്യവും പിണക്കമൊക്കെ ഇതിന് കൂട്ടുനിന്ന തന്നോട് തന്നെയാവും. എന്നോടുള്ള ദേഷ്യത്തെക്കുറിച്ചോ പെരുമാറ്റത്തെക്കുറിച്ചോ ഞാൻ ഓർക്കുന്നതിനേക്കാൾ പിള്ളേരുടെ കാര്യത്തില് ഉടനെ ഒരു പരിഹാരം കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അത് അതേ രീതിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കി ഇതിനൊരു അവസാനം കാണണമെന്നാ എന്റെ അഭിപ്രായവും പ്രാർത്ഥനയും. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നേ ഞാൻ പറയൂ. ഇന്ന് സന്ദീപിന്റെ അനക്കയുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നോ? അതല്ലെങ്കിലും ഇത്രയും പ്രശ്നത്തിൽ നിൽക്കില്ല അർച്ചന. ഇതിന്റെ പുറകിലായി പല പല പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, തന്റെ വീട്ടിലും. ഫോൺ വന്നതും ഭീഷണിപ്പെടുത്തിയതുമെല്ലാം അവൻ ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കാണാമായിരുന്നു. ഇതിപ്പോ എല്ലാവരുടെയും സമാധാനം കളഞ്ഞു, വെറുപ്പിക്കുകയും ചെയ്തു. അനഘയുടെ കാര്യ കഷ്ടം. ആ കുട്ടി ഇതൊക്കെ എങ്ങനെ താങ്ങുന്നു ആവോ? പിന്നെ താനെന്തായാലും ഇപ്പോ തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാനും നിൽക്കണ്ട. ആതിരെ വിളിക്കുകയാണെങ്കിൽ താൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊന്നും ചെയ്യരുത്. അച്ഛന്റെ സ്വഭാവ വ്യത്യാസങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. അവന്തികയെടുത്തിയോ അനഘയോ വന്ന് എന്തെങ്കിലും സംസാരിച്ചാലും താനൊന്നും മിണ്ടാൻ പോണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. പരസ്പരം സംസാരിച്ച് ഇനിയും വാശി തോന്നിയ പാടാവത്. അതുകൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് ആലോചിച്ച് ചെയ്താൽ മതി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം.
വിവാഹം പ്രതീക്ഷിച്ച് മണ്ഡപത്തിലിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇനിയും അവരെന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? ചേച്ചി മനഃപൂർവ്വം ചെയ്തതല്ല മോളെ. അവനിങ്ങനെ നമ്മളെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചാണോ നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പേ അർച്ചന ഒരു മുഴം നീട്ടിയെറിഞ്ഞു. സന്ദീപിനെ ആതിരൻ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചിട്ടാ അവള് നമ്മുടെ മുമ്പിൽ ഇത്രയും നാടകം കളിച്ചത്. എന്നിട്ട് അവർക്ക് ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. വിവാഹം മാത്രമേ കഴിഞ്ഞുള്ളൂ എങ്കിൽ ബലമായിട്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കായിരുന്നു. ഇതിപ്പോ അവള് ഗർഭിണിയായ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും? ചേച്ചി ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. എനിക്കറിയാം ഇതിന്റെയൊക്കെ പുറകില് അർച്ചന എന്ന് പറയുന്നവളുടെ കൂർമ്മ ബുദ്ധിയാണെന്ന്. അവളില്ലായിരുന്നെങ്കിൽ എന്റെ സന്ദീപിനെ എനിക്ക് കിട്ടുമായിരുന്നു. ചേച്ചിയോട് ഞാനെന്ന് പറഞ്ഞില്ലേ, എനിക്ക് സന്ദീപിനെ കിട്ടിയില്ലെങ്കിൽ ആദരെ ഞാൻ കൊല്ലുമെന്ന്. അവളെ അല്ല കൊല്ലേണ്ടത് അർച്ചനയാ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അർച്ചനയാ. ചേച്ചി വിട, അവളെ കുത്തി കീറിയിട്ട ഞാൻ അടങ്ങൂ. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട, അങ്ങോട്ട് മാറ്. എനിക്ക് അവളെ കൊല്ലണം. എനിക്ക് അവളെ കൊല്ലണം. എനിക്ക് അവളെ കൊല്ലണം. വിടാൻ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ നേട്ടത്തേക്ക് അറിയോ? അവളെയും കുറ്റം പറയാൻ പറ്റില്ല. അവളുടെ ജീവിതം രണ്ടാം വട്ടം തകർന്നടിഞ്ഞപ്പോ അതിന്റെ കാരണക്കാരിയെ കൊല്ലണമെന്ന് അവൾക്ക് തോന്നിക്കാണും. എന്നോടെല്ലാം തുറന്നു പറയുന്ന കൂട്ടുകാരിയെന്നാ ഞാൻ ഏട്ടത്തിയെ കരുതിയിരുന്നത്. എന്നിട്ട് സന്ദീപേട്ടന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞ കാര്യം ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ?
ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല എന്നല്ലേ ഞാൻ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? മോളെ, നീ കരുതുന്ന പോലൊന്നും അല്ല. എന്നോട് മാത്രല്ല, അച്ഛനോട് ഉൾപ്പെടെ എല്ലാവരോടും പറയാന്ന് കരുതി തന്നെയാ ഞാൻ ഇരുന്ന്. അത് അപ്പൊ പറ്റില്ലെന്നേ ഉള്ളൂ. സന്ദീപേട്ടനും ആദരെ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതിൽ ഒരാളാ ഞാൻ. അനഘയുടെ ആദ്യ വിവാഹം മുടക്കാൻ ഏടത്തിയുടെ ഒപ്പം കൂടെ നിന്നിട്ടുമുണ്ട്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഈ രഹസ്യ വിവാഹത്തിലും ഞാൻ മുന്നിൽ തന്നെ നിൽക്കില്ലേ? അവരുടെ വിവാഹം കാണാൻ ആഗ്രഹിച്ചതുകൊണ്ടാവാം. അതിന് നടക്കില്ലെന്ന ഉറപ്പില് എനിക്ക് നല്ല വിഷമമുണ്ട്. അതിലുപരി എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചതിന്റെ അമർഷവും. ഇപ്പൊ ഇവിടെ നടന്നതൊന്നും ഇനി മറ്റാരെ അറിയിക്കാൻ നിൽക്കണ്ട. വലിയൊരു യുദ്ധത്തിന് ശേഷം ഉണ്ടാവുന്ന സമാധാന അന്തരീക്ഷം ഇപ്പൊ ഈ വീട്ടിലുണ്ട്. എല്ലാം സച്ചേട്ടനെ അറിയിച്ച് വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഏട്ടത്തി. എഴുതി, എനിക്കറിയാം ഇവിടെയുള്ള എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. എങ്കിലും ഞാൻ മാപ്പ് പറയുക. ഏട്ടനും ഏട്ടത്തെയും പലതവണ ചോദിച്ചിട്ടും ഞാൻ ഈ വിവാഹത്തിന് എന്തിനാ സമ്മതിച്ചെന്ന് പറഞ്ഞില്ല. അതെന്റെ തെറ്റ് തന്നെയാണ്. കുറച്ച് ഫോൺ വിളികളിലും ഭീഷണിയിലും മനസ്സ് മരവിച്ചു പോയ എന്റെ തെറ്റ്. അയാളെ വിളിച്ച് അച്ഛനെയും ഏട്ടത്തെയും ഏട്ടനെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞാലുടൻ നീ ഭയപ്പെടാനിരിക്കുവാണോ? സ്നേഹം പിടിച്ചു വെച്ചിട്ടാ അയാൾ എന്നോട് വിവാഹത്തിന് സമ്മതിക്കാൻ പറഞ്ഞത്. സമ്മതിച്ചില്ലെങ്കിൽ അയാൾ സ്നേഹം കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോ കൈവിട്ടു പോയി ഏട്ടത്തി. പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ആ സാഹചര്യത്തിൽ ഞാൻ എന്നെയും എന്റെ ജീവിതത്തെ ഓർത്തില്ല. എനിക്കെന്റെ കുടുംബം കഴിഞ്ഞേ ഉള്ളൂ എന്തും. ഇവിടെയുള്ളവരുടെ സമാധാനം എന്റെ സന്തോഷം. ഇപ്പൊ ഇതിനെ പറ്റിയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. കാരണം ഞാൻ മാപ്പ് പറയേണ്ടതും കാലിൽ വീഴേണ്ടതും ആതിരയുടെ. ഇപ്പൊ തൃപ്തിയായോ നിനക്ക്? നീ മുന്നും പിന്നെ നോക്കാതെ പറഞ്ഞുപോയ ഒരു വാക്കിന്റെ പുറത്താ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുക്കളായത്. നിന്നോട് ഞാനും ഇവള് എത്ര തവണ ചോദിച്ചു എന്താ നിന്റെ പ്രശ്നമെന്ന്. നീ അപ്പൊ ഞങ്ങളോട് സത്യം പറഞ്ഞില്ല. അതുകൊണ്ട് നീ മാത്രമാണോ ഇപ്പൊ ഓരോന്ന് അനുഭവിക്കുന്നത്? ഈ വീട്ടിലെയും വൃന്ദാവനത്തിലെയും എല്ലാരും കൂടിയല്ലേ? പിന്നെ കൂടുതലും ഇയാളും. നിന്റെ മനമാറ്റം കാരണം എല്ലാവർക്കും ഇപ്പൊ ദേഷ്യം അർച്ചനയോടാ. എല്ലാം ഇവൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്തില്ലേ? സച്ചേട്ടാ, വീണ്ടും വീണ്ടും ഇനി അവനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. എനിക്കതൊന്നുമല്ല. വിവാഹം കഴിപ്പിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാ അവൻ എടുത്തി സംസാരിച്ചത്. അതാ എനിക്ക് താങ്ങാൻ പറ്റാത്ത. തനിക്കെന്നല്ല, ആർക്കും താങ്ങാൻ പറ്റില്ല അർച്ചന. അത് എല്ലാവരുടെയും മനസ്സിൽ നിനക്കിപ്പോൾ ഉള്ള സ്ഥാനം എന്താണെന്നറിയോ? ഒരു പെൺകുട്ടിയെ രഹസ്യമായി വിവാഹം കഴിച്ചിട്ട് അവളെ ഗർഭിണിയാക്കിയിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നടക്കുന്നവൻ. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ വിവാഹ തട്ടിപ്പുകാരൻ. എന്റെ അനിയനൊരു വിവാഹ തട്ടിപ്പുകാരനാണെന്നും സ്ത്രീലമ്പടനാണെന്നും എല്ലാവരും പറയുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനെല്ലാം വഴിവെട്ടിവെച്ച് കൊടുത്തത് നീ തന്നെയല്ലേ? എന്ത് കാരണം കൊണ്ടും നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു. ചങ്കൂറ്റവും ധൈര്യം കാണിക്കേണ്ടടുത്ത് അത് കാണിക്കുക തന്നെ വേണമായിരുന്നടാ. ഭയന്ന് മൗനം പാലിക്കുകയല്ല ചെയ്യേണ്ടത്. സ്വന്തം കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ളവനാവണം നീ.
അങ്ങനെ അല്ലാത്തതുകൊണ്ടാ എല്ലാവരും നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നത്. ഏട്ടാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കും. ഞാൻ ചെയ്തത് എത്ര വലിയ അപരാധമാണെന്ന് മനസ്സിലാക്കി തന്നെയാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതിപ്പോഴല്ല നീ മനസ്സിലാക്കേണ്ടിരുന്നത്. നിന്റെ അനഘയുടെ വിവാഹം ഇന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അങ്ങനെ അത് കഴിയില്ലായിരുന്നു. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് ആത്മഹത്യ ചെയ്യാനായിരുന്നു എന്റെ തീരുമാനം. ഉണ്ടായതെല്ലാം ഒരു കടലാസിൽ എന്റെ അലമാരയിൽ കുറിച്ചു വെച്ചിട്ടാ ഞാനിന്ന് ഇറങ്ങിയത്. ഇപ്പോഴും ഞാൻ ജീവനോടുള്ളതുകൊണ്ടാ ആ കത്തിൽ ഞാൻ എഴുതിയിരുന്ന മാപ്പ് നിങ്ങളോട് പറയുന്നത്. ബന്ധുക്കളും നാട്ടുകാരും എന്നെക്കുറിച്ച് പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്ക് വലുതെന്റെ അച്ഛനും ഏട്ടനും ഏട്ടത്തിമാരുവാ. ഏട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ധൈര്യം കാണിക്കേണ്ട ഒരു സ്ഥലത്തും ഞാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അതെല്ലാം പിന്നീട് പ്രശ്നങ്ങളായി മാറിയിട്ടേ ഉള്ളൂ. ഇനിയും ഞാനതുപോലെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആ ധൈര്യത്തോടെ തന്നെ ഞാൻ പറയാം, ആതിരെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസിക്കുകയും ചെയ്യും. അച്ഛൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കട്ടെ എന്ന് കരുതിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അച്ഛന്റെ തീരുമാനം എന്തായാലും എന്റെ തീരുമാനം ആതിരയോടൊപ്പം ജീവിക്കാനാണ്.